ഹലോ, ഇന്നത് ഈ മത്തി കിട്ടിയിട്ടോ. അപ്പോൾ നമുക്ക് മത്തി കുടമ്പുളിയിട്ട് കറി വെച്ചാലോ. അപ്പോൾ അത് 1/2 കിലോ മത്തി വെട്ടിക്കണ്ടിച്ച് കഴുകി ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഇതുപോലെ കുടമ്പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് ഞാൻ തിളപ്പിച്ചെടുത്ത് വെക്കും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇതാകുമ്പോൾ നമുക്ക് നല്ല സ്പോട്ടിൽ നല്ല പുളിയൊക്കെ പിടിച്ച് മീൻ കറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആ ഷാപ്പിലെ ടേസ്റ്റിൽ കിട്ടും. അതിനുശേഷം ഈ ബൗളിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിനാക്കി നമുക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല പൊതുവെ മീൻ കറിക്ക്. ഇതിങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ട്. ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കി വയ്ക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കിന് ഇതിങ്ങനെ വേഗം കരിഞ്ഞു പോവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറുള്ള മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ചെറുള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ആ മൺചട്ടി ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ കളറൊന്ന് മാറി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മളിത് ഈ അടുപ്പത്താണ് മിക്കവാറും എല്ലാ പരിപാടി ചെയ്യുന്നത്. നമുക്കിവിടെ ഗ്യാസ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ അടുപ്പത്ത് വയ്ക്കുന്ന ഫുഡൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മീൻകറിയൊക്കെ ഇങ്ങനെ മൺചട്ടിയിൽ അടുപ്പത്ത് വയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു ഗ്യാസുമ്മ വെച്ചാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഈ ചെറുതീയിൽ ഇതിങ്ങനെ ഇട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി ഇട്ടൊന്ന് 2 തവണ ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചിരുന്ന ഒരു കറിവേപ്പിലയും ചേർത്ത് ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വേഗം ഒന്ന് വഴന്ന് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് കളറൊക്കെ ഒന്ന് മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ മാറ്റി വെച്ചിരുന്ന ഒരു പേസ്റ്റ് പരുവത്തിലുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈവിടാണ്ട് ഇങ്ങനെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റോ ഇങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കണം. കരിയത്തില്ല. നമ്മൾ അടിയിൽ തീ നല്ല കുറവാണ്. തീ കുറച്ച് വെച്ചിട്ട് നമ്മളെല്ലാം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു മിനിറ്റ് കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അത് ഇപ്പോൾ ഇത് കണ്ടോ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് നല്ലൊരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി ആ ബൗളിൽ കുറച്ച് മുളക് പൊടിയുടെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ മിച്ചമുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കഴുകി ഇങ്ങ് എടുക്കാം. നമ്മളൊരു സാധനം വേസ്റ്റ് ആക്കരുത്. ഇതൊക്കെ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ ഇത് ഇതുപോലെ നമുക്കൊന്ന് കഴുകി അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, എണ്ണയൊക്കെ തിളച്ച് പൊങ്ങി ആ ഒരു മേലെ ഇങ്ങനെ എണ്ണയൊക്കെ വന്നിപ്പുണ്ട്. ശേഷം നമുക്ക് അവിടെ നമ്മൾ ആ കുടമ്പുളി ഇട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന ആ വെള്ളമില്ലേ, അതും ആ കുടമ്പുളിയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നീട് ഞാൻ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാറില്ല. ആവശ്യത്തിന് ഇനിയും വെള്ളം ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ചൂടുവെള്ളം വേറെ ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ മൂട് തന്നപ്പോൾ ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ മീനെല്ലാം പെറുക്കിയിട്ട് കൊടുക്കാം. ശേഷം നമുക്കതിനെ ഒന്നാക്കി സെറ്റാക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസ് കാണുന്നവർ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ശേഷം ദേശം കറിവേപ്പില അതിൻ്റെ മേലെ കൂടി പായി കൊടുത്തിട്ട് ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ തുറന്ന് നോക്കി നല്ല വറ്റി നല്ല കുറുകിയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ.